ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ജപ്പാൻ മൃഗശാലയിലെ പഞ്ച് എന്ന കുട്ടിക്കുരങ്ങനിലേക്കാണ്. അവൻ്റെ അമ്മയും കൂടെയുള്ള കുരങ്ങന്മാരെല്ലാം ആട്ടിപ്പായിച്ചപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു കുരങ്ങ് സ്പീഷീസിൻ്റെ ഒരു ഗുണമാണ് മക്കൾക്ക് കുറച്ച് പ്രായമായി കഴിയുമ്പോൾ അവരെ ആട്ടി ഓടിക്കുക എന്നുള്ളത്. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ അവർ തിരിച്ച് സ്വീകരിക്കുകയും ചെയ്യും. പക്ഷേ ഇതിനുള്ളിൽ ഈ കുട്ടിക്കുരങ്ങൻ ഒത്തിരി പ്രശ്നങ്ങളിലൂടെയും നിരാശയിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വരും. അപ്പോൾ ഈ ജപ്പാൻ മൃഗശാലയിലെ ജീവനക്കാരാണ് താൽക്കാലിക ഒരു പരിഹാരം എന്ന രീതിയിൽ ഒരു ഒറാങ്കൊട്ടാൻ്റെ ഒരു പാവയെ ആ കുട്ടിക്കുരങ്ങിന് സമ്മാനിച്ചത്. പക്ഷെ അവൻ ആദ്യം അത് സ്വീകരിച്ചില്ല, അതിനെ തട്ടി മാറ്റി. അത് കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി അവനെ സ്നേഹിക്കാൻ മറ്റാരുമില്ല, ഈ പാവക്കുട്ടി മാത്രമേ ഉള്ളെന്ന്. പിന്നെ ആ പാവക്കുട്ടിയിൽ അവൻ ശരണം തേടുകയായിരുന്നു. ഒരു ആശ്വാസമായിരുന്നു അവന്. ഇത് നമ്മുടെ ജീവിതമൊക്കെ ആയിട്ട് ഒത്തിരി ബന്ധമുള്ളതല്ലേ. നമ്മൾ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ആരോടും ഒന്നും ഷെയർ ചെയ്യാതെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ എല്ലാത്തിനും പരിഹാരം കാണാൻ വേണ്ടി നടക്കുമ്പോൾ ഒന്നിനും പരിഹാരം കിട്ടാതെ നമ്മൾ ജീവിതം തന്നെ ചിലപ്പോൾ അവസാനിപ്പിക്കും. ചിലവർ നിരാശയൊക്കെ കാരണം മാനസിക പ്രശ്നങ്ങളിലോട്ടൊക്കെ പോകും. അതൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതവും ഇതുപോലെ മാറ്റിമറിക്കാനും പറ്റും. നമുക്കും ആശ്വാസം കിട്ടുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു പാഠം.